ഭക്തിസാന്ദ്രമാണ് അനന്തപുരി തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാലയാണ്. രാവിലെ 10:15 തന്ത്രി ശ്രീകോവിലിൽ നിന്ന് ഉള്ള ദീപം പണ്ടാരടുപ്പിൽ പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ദേവീകടാക്ഷം നേടാൻ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് പൊങ്കാല സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അഖില ചേരുകയാണ്. അഖില, കരിക്കകത്തമ്മയ്ക്ക് ഇന്ന് പൊങ്കാലയാണ്. നമുക്കറിയാം, വർഷം തോറും 10,000-കണക്കിന് ഭക്തജനങ്ങളാണ്, സ്ത്രീജനങ്ങളാണ് അമ്മയ്ക്ക് പൊങ്കാലയിടാൻ ആഗ്രഹ സാഫല്യത്തിനായി കരിക്കകത്തമ്മയുടെ മുന്നിലെത്തുന്നത്. ഇന്ന് ഈ വർഷത്തെ ഈ പൊങ്കാല മഹോത്സവത്തിൽ എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് കരിക്കകവും അനന്തപുരിയും? തീർച്ചയായിട്ടും വലിയ ഭക്തജന തിരക്കാണ് കരിക്കകം പൊങ്കാലയോടനുബന്ധിച്ച് നടക്കുന്നത്. തലസ്ഥാനത്തെ സംബന്ധിച്ച് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിവിശിഷ്ടമായ ഒരു പൊങ്കാല ചടങ്ങാണ് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ നടക്കുക. ഇവിടെ ഈ പൊങ്കാല നിവേദ്യത്തിന്, അതായത് പൊങ്കാല തർപ്പണത്തിന് മുമ്പുള്ള പണ്ടാരയടുപ്പ് ഒരുക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഇതോടൊപ്പം ഭക്തരുടെ വലിയ നിര ഇവിടെ ദർശനത്തിനായി ഉണ്ട്. നമുക്കറിയാവുന്നതുപോലെ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തെ സംബന്ധിച്ച് അതിവിശിഷ്ടവും അതിപ്രധാനവുമാണ് ഈ പൊങ്കാല ചടങ്ങുകൾ. നേരത്തെ തന്നെ വെച്ചു നിവേദ്യം എന്നുള്ള തരത്തിൽ ആരാധനകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെടുത്തുനിന്നും ഇപ്പോൾ അത് പൊങ്കാല നിവേദ്യം എന്നുള്ള കാര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പൊങ്കാലയ്ക്ക് മുമ്പ് പണ്ടാരയടുപ്പ് ഒരുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമാണ്. അതിനുവേണ്ടി ക്ഷേത്രത്തിലെ മുതിർന്ന ആളുകളടക്കമുള്ളവർ ഇതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കുകയാണ്. ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദർശനത്തിനായി വഴിയിലടക്കം വലിയ ക്യൂ ഉണ്ട്. അതായത് 10:15 പൊങ്കാല പണ്ടാരയടുപ്പിൽ ദീപം പകരുന്നത്. അതിനു മുമ്പ് ദേവിയെ ഒരു നോക്ക് ദർശിച്ചതിന് ശേഷം തങ്ങളുടെ പൊങ്കാല കലങ്ങളിൽ ദീപം തെളിയിക്കാനായി ആളുകൾ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു തിരക്കാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഒരു ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമായ, അതായത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊങ്കാലയാണ് ഈ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ. സത്യത്തിന് സാക്ഷിയായ അമ്മ എന്നാണ് കരിക്കകം ദേവിയെക്കുറിച്ചുള്ള പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ഒരു പ്രത്യേക ദിവസമാണ്. ഓരോ വർഷവും ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ക്ഷേത്രത്തും പരിസരത്തുമായി തങ്ങളുടെ പൊങ്കാലക്കലങ്ങൾ നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര തന്ത്രി പുലിയന്നൂരിലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുക. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പണ്ടാരയടുപ്പിനെ ജ്വലിപ്പിച്ചതിന് ശേഷം ഈ ക്ഷേത്രത്തിനും പരിസരത്തും, അതായത് ഈ പാർവതി പുതനാറിന് പരിസരത്ത് മുഴുവൻ ഒരുക്കിയിരിക്കുന്ന അടുപ്പുകളെ അത് ജ്വലിപ്പിക്കും. ശരിക്കും ഈ ഒരു പാർവതി പുത്തനാറും അതിൻ്റെ തീരവും യാഗശാലയായി മാറുന്ന ഒരു സമയമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം 2 മണിയോടുകൂടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇവിടെ ഈ പണ്ടാരയടുപ്പിരിക്കുന്നിടത്തുള്ള ചടങ്ങുകൾ ആരംഭിക്കും. 2:15 ഈ തർപ്പണ ചടങ്ങുകൾ ഇവിടെ നടക്കുക. അതിനുശേഷം ഭക്തരുടെ പൊങ്കാലകളും നിവേദിക്കും. ഒരു ആത്മസമർപ്പണം എന്നതിന് അപ്പുറം ഓരോ വർഷവും ഇവിടുത്തെ ഭക്തർ കാത്തിരിക്കുകയാണ്. എന്താണ് ഈ വർഷവും, അതായത് എന്ത് പറഞ്ഞാലും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന അമ്മ എന്നാണ് കരിക്കകം ദേവിയെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും അമ്മയ്ക്ക് പൊങ്കാലയിടാൻ എത്തുക എന്നുള്ളതാണ് ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. എന്നോടൊപ്പം ഇപ്പോൾ നമ്മുടെ സാന്ദ്രയും കൂടി ചേരുന്നുണ്ട്. സാന്ദ്രയെ സംബന്ധിച്ച് സാന്ദ്രയുടെ ആദ്യത്തെ ഒരു പൊങ്കാല അനുഭവമാണ്. നമുക്കത് സാന്ദ്രയോട് ചോദിക്കാം, എങ്ങനെയാണ് സാന്ദ്രയുടെ ഈ പൊങ്കാല അനുഭവം? സാന്ദ്ര, എനിക്ക് തോന്നുന്നു സാന്ദ്രയുടെ ആദ്യത്തെ പൊങ്കാല അനുഭവമാണ്. ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ആദ്യമായിട്ട് വന്നത്. എങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് എന്ത് തോന്നുന്നു? അഖിൽ പറഞ്ഞതുപോലെ ഇതെൻ്റെ 2ാമത്തെ പൊങ്കാലയാണ്. ആദ്യം ആറ്റുകാൽ പൊങ്കാലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും തിരക്ക് ഞാൻ ഇപ്പോൾ നമ്മൾ പൊങ്കാലയ്ക്ക് വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുമല്ലോ, പക്ഷേ ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും പറയുന്ന അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ കാട്ടിലൊക്കെ തിരക്കുണ്ടോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരു ഉത്സവത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് തോന്നുന്നതും. അതുപോലെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു മനസ്സിൽ തൊട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഇപ്പോഴും ദർശനത്തിന് നല്ല തിരക്കുണ്ട്. അപ്പോൾ പല വയസ്സായ അമ്മമാരൊക്കെ ഇങ്ങനെ ഒരു നോക്ക് ഞാനൊന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നിർവാഹമില്ല, ക്യൂ നിൽക്കാൻ പറ്റാതെ, കാരണം നേരെ നടക്കാൻ പോലും പറ്റാത്ത അമ്മമാരാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പം അവരത്രയും ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പവർ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇനിയും കൂടുതൽ കാണാനുണ്ട്. കാരണം പൊങ്കാല തുടങ്ങുന്നതേ ഉള്ളൂ, ഇപ്പോൾ ദർശനം ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഇനി നമുക്ക് പങ്കുവെക്കാനുണ്ട്. അതുപോലെ ഭക്തർ മാത്രമല്ല, ഈ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഈ നമ്മൾ ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെയാണ് ഒരുപാട് കച്ചവടക്കാർ ഈ കുടിവെള്ളം നൽകുന്നതും അങ്ങനെ എല്ലാ ക്രമീകരണവും ഇവിടെ എല്ലാം സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് ഇപ്പോഴും ദർശനമൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ കറക്റ്റ് ആ പൊങ്കാലയുടെ ഒരു വൈബിലോട്ട് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായിട്ടും സ്വപ്ന സാന്ദ്ര സൂചിപ്പിച്ച പോലെയാണ്. സാന്ദ്രയാണെങ്കിൽ യുവതലമുറയിലാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കുകളിലൊക്കെ ആ ഒരു പുതിയ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാന്ദ്രയുടെ ആ എക്സൈറ്റ്മെന്റ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഈ സൂചിപ്പിച്ച അഖില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മീനമാസത്തിലെ മകന്നാളിൽ കരിക്കകത്തമ്മയുടെ പൊങ്കാല ഉത്സവം നമ്മൾ ആഘോഷിക്കുകയാണ്, പൊങ്കാല ഇടുകയാണ്. പക്ഷേ ഈ ഒരു ചൂട് സഹിക്കാവുന്നതിനപ്പുറമാണ്. നമുക്കറിയാം കൃത്യമായ നിർദ്ദേശങ്ങളടക്കം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ പകൽ സമയം 11 മുതൽ 3 മണിവരെയുള്ള ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ട്. നല്ല വെയിലത്താണ് ഈ അമ്മമാരെല്ലാം പൊങ്കാലയിടുന്നത്, ഈ ഭക്തജനങ്ങളെല്ലാം പൊങ്കാലയിടുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇവർക്കായി എന്തൊക്കെ സപ്പോർട്ടിംഗ് സിസ്റ്റംസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്? സ്വപ്ന തീർച്ചയായും എല്ലായിടത്തും ഒരുക്കുക, അതായത് എല്ലാ വർഷങ്ങളെ പോലെ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആവശ്യമായ ക്രമീകരണം, ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ആവശ്യമായ ക്രമീകരണങ്ങൾ, സാന്ദ്ര സൂചിപ്പിച്ച പോലെ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ ഭക്തർക്ക് എത്തിക്കാനുള്ള നടപടികൾ ഈ ഒരു 11 മണി തൊട്ട് 3 മണി വരെ സ്വപ്ന നേരത്തെ പറഞ്ഞതുപോലെ ജാഗ്രതാ നിർദ്ദേശമുള്ളതാണ്. പ്രത്യേകിച്ചും മീനമാസത്തിൽ അതിഭയങ്കരമായ ചൂടാണ്. ആ ഒരു മീനച്ചൂടിനെ വകവയ്ക്കാതെ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനം. ഭക്തരെ സംബന്ധിച്ച് വെയിലും ആ ചൂടും ഒന്നും അവരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ആളുകൾ എത്തുന്നത്. പക്ഷേ ആളുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാ തരത്തിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒപ്പം ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും ഭാഗത്ത് നിന്ന് ഈ ക്ഷേത്രത്തും പരിസരത്തുമായി ഒരുക്കിയിട്ടുണ്ട്. അന്നദാനമടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗിന്നസിലേക്ക് കയറുന്ന തരത്തിലേക്ക് ക്ഷേത്രത്തിലെ അന്നദാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിന് അടുത്താണ്. ഇതിന് പുറത്തേക്ക് പോയാൽ ആളുകൾ അവരുടെ പൊങ്കാല ഒരുക്കങ്ങൾ നടത്തുകയാണ്. അതായത് അടുപ്പ് കൂട്ടുകയും അതിനുശേഷം വെള്ളം ശേഖരിച്ച് കലത്തിൽ വയ്ക്കുന്നതടക്കം എല്ലാം അവരുടെ ഓരോരോ കാര്യങ്ങൾ, അതായത് അമ്മയ്ക്ക് ഏറ്റവും ആത്മസമർപ്പണത്തോടെ പൊങ്കാല അർപ്പിക്കുക, ഭക്തി പൂർവ്വം അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക എന്നുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ കത്തുന്ന വേനൽ ചൂടിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു പ്രാർത്ഥന കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്നിശമന സേന അടക്കം എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഇവിടെ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്, ആളുകൾക്ക് കൃത്യമായ അകലം പാലിക്കുക എന്നുള്ള കാര്യങ്ങൾ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. മുഖാമുഖം നിൽക്കുക എന്നുള്ള അനൗൺസ്മെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷവും ഈ കരിക്കകം പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയതാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഒരു കാഴ്ചയിൽ എനിക്ക് മനസ്സിലാവുന്നത്. ആറ്റുകാൽ ഞാൻ അബിയിലേക്ക് കൂടി പോവുകയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകാനായി. അബി സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ പൊങ്കാല, സ്ത്രീകളുടെ ഉത്സവം, കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാലയിടുന്നത് നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. പൂച്ചയ്ക്ക് എന്താണ് പൊന്നെടുക്കുന്നിടത്ത് കാര്യമെന്നല്ല, ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യാനായി വലിയ രീതിയിലുള്ള പുരുഷ ഭക്തരുടെ ഒരു സാന്നിധ്യം കൂടി നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഗതാഗത നിയന്ത്രണമടക്കം ഈ പൊങ്കാലിടാൻ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സർവ്വസജ്ജരായി ഇവരെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു വലിയ രീതിയിലുള്ള തിരക്ക്. ഒരുപക്ഷെ പൊങ്കാലയ്ക്ക് തൊട്ടു മുൻപ് അമ്മയെ ഒന്ന് കണ്ടു തൊഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് ഓരോ ഭക്തജനങ്ങളും അന്വേഷിക്കുന്നത്, നോക്കുന്നത്. ഏതാണ്ട് 10:15 തന്നെ ഇപ്പോൾ പണ്ടാരടുപ്പിൽ തീ പകരുമല്ലേ? തീർച്ചയായും എനിക്ക് ഇത് വ്യക്തിപരമായി പറഞ്ഞാൽ ആദ്യത്തെ അനുഭവം തന്നെയാണ്. ഞാൻ ഈ കരിക്കകത്തേക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പൊങ്കാലയ്ക്ക് ഇങ്ങനെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ശരിക്കും നമ്മളെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെയും ഏത് വിധേനയും അത് മാനേജ് ചെയ്യാൻ, അത് കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കത്തോടു കൂടി തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുക, ഒപ്പം തന്നെ എല്ലാവർക്കും ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ പൊങ്കാല അർപ്പിക്കുന്നതിന് അവരുടെ ശരീരവും ശാരീരവും ഒക്കെ തന്നെ ഏറ്റവും നൈർമല്യത്തോടു കൂടി തന്നെ വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണതയിൽ ആ ഒരു പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദേശങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ ഈ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ
എല്ലാവരും തന്നെ എത്തുന്നു. രാവിലെ 4 മണി മുതൽ തന്നെ KSRTC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് ഈ ഭക്തർക്ക് ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നു. നമ്മൾ ഓഫീസിലേക്കൊക്കെ വരുന്ന ഘട്ടത്തിൽ പോലും കൂടെ നമുക്ക് വഴികളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഇവിടേക്ക് വരുന്ന ഭക്തരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇപ്പോൾ ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളാണ് പൊങ്കാല ഇടുന്നത്, പക്ഷേ പുരുഷന്മാർക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് സ്വാഭാവികമായും ചോദിക്കുമ്പോൾ ഇതൊരു വലിയ കൂട്ടായ്മയുടെ ഒക്കെ തന്നെ ഒരു ഒരു പ്രാർത്ഥന, ഒരു കൂട്ടായ്മയോട് കൂടിയുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സജ്ജീകരണങ്ങൾക്കും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെയും ഉണ്ടാകുന്നു. അത് ഈ വിറക് ഒപ്പം തന്നെ ഈ കല്ലുകൾ, ഈ അടുപ്പ് കൂട്ടുന്നതിനുള്ള കല്ലുകളൊപ്പം തന്നെ ഈ പാത്രങ്ങൾ, വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ, അങ്ങനെ ഗതാഗത നിയന്ത്രണം തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങൾ എല്ലാം കൂടി സമ്മേളിക്കുമ്പോഴാണ് ഇത് ഒരു വലിയ ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെ അതിൻ്റെ അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇതൊരു കൂട്ടായ്മയോട് കൂടി അല്ലെങ്കിൽ ഒരു ആ നിലയ്ക്കുള്ള സഹകരണത്തിൻ്റെ കൂടി ഒരു കാര്യമായി നമുക്ക് തീർച്ചയായും അത് തന്നെയാണ് ബി. നമുക്ക് എപ്പോഴും അതാണ് കാണാൻ സാധിക്കുന്നത്. അതിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയാണെങ്കിലും ഈ പറഞ്ഞ പോലെ കരിക്കകത്ത് ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഈ പൊങ്കാലകളെല്ലാം തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്ദേശം കൂടി, ഒരുമിച്ചിരുന്ന ദേവിക്ക് തങ്ങളുടെ വ്രതശുദ്ധിയോടുകൂടി ആ ഭക്തി, തങ്ങളുടെ നിവേദ്യം അർപ്പിക്കുന്ന ആ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ഒരുപക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം കരിക്കകത്തമ്മയ്ക്ക് ഇന്നിപ്പോൾ മീനമാസത്തിലെ മകം നക്ഷത്രമാണ്. 10:15 പൊങ്കാല, 2:30 പൊങ്കാല സമർപ്പണം നടക്കുന്നത്. വലിയ രീതിയിൽ ഭക്തജനങ്ങൾ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമാണ്. സർവ്വവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം ക്ഷേത്ര പരിസരത്ത് ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ ഭക്തർക്കും പൊങ്കാല ദിന ആശംസകൾ നേരുകയാണ്.